വ്യത്യസ്തമായ നിലയിൽ കഴിയുന്നതും കൂടുതൽ ബോറടിപ്പിക്കാത്ത നിലയിൽ, റിപ്പീറ്റേറ്റീവ് ആയതുകൊണ്ട് ബോറടിക്കാത്ത നിലയിൽ അത് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് സർവശക്തൻ അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആ സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുണ്ട്. ഒന്ന്, നമ്മൾ എല്ലാവരും ഈ സെഷന് ഇരിക്കുന്നത് വളരെ നമ്മളുടെ വിലപ്പെട്ട സമയങ്ങൾ, പലരും ഈ സമയം വളരെ തിരക്കിലായിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം, പലയിടത്തും തിങ്കളാഴ്ച കാലത്ത് കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയം, അല്ലെങ്കിൽ കുട്ടികളെ ഉറക്കുന്ന സമയം, പലതും. അപ്പോൾ വളരെ എനിക്ക് നിങ്ങളിൽ നിന്ന് 3 എസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് സിൻസിയറിറ്റി, സീരിയസ്നെസ്, സെക്ലൂഷൻ, ഈ 3 നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ സിൻസിയർ ആയിട്ടായിരിക്കണം ഈ സെഷന് കേൾക്കാനായിട്ടിരിക്കേണ്ടത്. കാരണം നമ്മൾക്ക് വളരെ ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ 45 മിനിറ്റ് സമയം കിട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കിട്ടിയ സമയം വളരെ സിൻസിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ഉൾക്കൊള്ളാൻ കഴിയും എന്നത് ആത്മാർത്ഥമായി തുറന്ന മനസ്സോടുകൂടി അള്ളാഹുവിനെ സ്തുതിച്ചും കൊണ്ടായിരിക്കണം നമ്മൾ ഇതിനെ ഇരിക്കേണ്ടത്. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, അതായത് സീരിയസ്നെസ് ഒട്ടും കൈവിടാതെ ഇതില് ഇരിക്കണം എന്നും. പിന്നെ സെക്ലൂഷൻ നമ്മൾ ഈ സൂറ ഉൾക്കൊള്ളുന്നത് തന്നെ ഒരു സെക്ലൂഷനാണ്. ഈ നമ്മൾ അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റോറി നമുക്ക് എത്തുമ്പോൾ അറിയാം, അവർ ഈ ദുനിയാവിൽ നിന്ന് മാറി നിന്ന് സെക്ലൂഡഡ്, അതായത് ലോൺലിനെസ് അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ട് ഈ 1 മണിക്കൂർ നമുക്ക് അവരുടെ ആ രൂപത്തിൽ സങ്കല്പിച്ച് നമുക്ക് ഒരു സെക്ലൂഷൻ, എല്ലാത്തിൽ നിന്നും മാറി നിന്ന് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് എന്ത് കേൾക്കുന്നു, എന്ത് കേട്ടാലും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സോടുകൂടി ഇരിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. 2, ഇത് തഫ്സീറാണ്. തഫ്സീർ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോ ചിലപ്പോൾ പല സബ്ജക്റ്റിലേക്ക് മാറിപ്പോയെന്നിരിക്കും. ചില ആയത്ത് നമുക്ക് എടുക്കുമ്പോൾ ആയത്ത് മറ്റുള്ള സൂറത്തിലുണ്ടോ, അല്ലെങ്കിൽ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ടച്ച് ചെയ്തെന്നിരിക്കും. അത് ചിലപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിരിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അത് വീണ്ടും എടുത്തിട്ടെന്ന് വരും. അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട, ഇതെന്ത് പറ്റി, ഇതന്നെയല്ലേ കുറെ മുന്നേ പറഞ്ഞത്, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അത് അതിന്റെ ആവശ്യമാണ്. 3, നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്, ഈ ഹദീസ് കേൾക്കുന്ന, പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, തഫ്സീർ കേൾക്കുന്നു, പലതും നമ്മൾ കേൾക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരു നിമിഷം നമ്മൾ അത് ചിന്തിക്കണം. എന്തിനാണ്? നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, എപ്പോഴും ഇതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? നമുക്ക് അറിവ് ലഭിക്കാൻ. ആ അറിവ് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു മാറ്റം വരുത്താൻ. നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്. ആരും എവിടെയും ഒരിക്കലും കംപ്ലീറ്റ് അല്ല. എല്ലാവർക്കും ഏത് സമയവും നോളജ് കിട്ടണം, അറിവ് കിട്ടണം. ആ അറിവിന് എവിടെയും എങ്ങനെയായി കഴിഞ്ഞാലും നമുക്ക് എത്തിപ്പെടണം. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റുമോ? നമുക്ക് ദീനിന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുക, എന്നിട്ട് നമ്മളെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുക, നമ്മളുടെ മക്കൾക്ക് ഉപകാരപ്പെടുക, എന്നിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുക, അങ്ങനെ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാതെ അത് വെറുതെ കേൾക്കുക എന്നുള്ള ഒരു ദൗത്യമല്ലാതെ അതിന് വേറെ ഒരു വശമുള്ളത്. നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഔദാര്യമാണ്. അള്ളാഹു തന്നിട്ടുള്ള പലർക്കും ജീവിതം കൊടുക്കും. അള്ളാഹു പലവരുടെയും ജീവിതം എടുക്കും. തന്നിട്ട് പരീക്ഷിക്കും, തരാതെയും പരീക്ഷിക്കും. സ്വത്ത് തരും, ധനം തരും, മക്കളെ തരും. മക്കളെ തരാതെയും പരീക്ഷിക്കും, സ്വത്ത് തരാതെയും പരീക്ഷിക്കും. ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണം മാത്രമാണ്. നമ്മൾ ഈ ദുനിയാവിലേക്ക് പടച്ചുവിട്ടിട്ടുള്ളത് ഇബാദത്ത് ചെയ്യാൻ. അതൊരു ചെറിയൊരു ടെസ്റ്റ് എന്ന നിലക്കാണ് നമ്മളെ പടച്ചുവിട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണുന്ന എല്ലാതും ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏത് സമയത്തും തരാനും അത്
തിരിച്ച് എടുക്കാനും അള്ളാഹുവിന് കഴിവുണ്ട്. നമുക്ക് തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകളും, എന്ത് നിഅമത്തായിക്കോട്ടെ, തരാതിരുന്നതായിക്കോട്ടെ, അള്ളാഹു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യും. നമുക്ക് തന്ന സൗന്ദര്യം, പണം, മക്കൾ, ധനം, എന്തു ആയിക്കോട്ടെ, നോളേജ്, ഏത് തരം നോളേജ് ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ അതിനെക്കുറിച്ച് നമ്മളോട് ഓരോരുത്തരോടും ഓരോ കുഞ്ഞിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യം ചെയ്യുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, കഴിയുന്നത്ര പ്രിപ്പയർ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ റാദിൽ പറയും, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാള് അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ജനത അത് താനെ മാറ്റത്തിലേക്ക് സ്വന്തം മാറാൻ തയ്യാറായില്ലെങ്കിൽ അള്ളാഹു അതിനെ മാറ്റാൻ തയ്യാറാവില്ല. നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അതിനുള്ള മനസ്സും അതിനുള്ള ഖൽബും എല്ലാതും അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമാറാകട്ടെ. ആമീൻ. വേറൊന്ന്, ഖുർആൻ ഫുൾ ഓഫ് എക്സാമ്പിൾസ് ആണ്. നമുക്കറിയാം, ഏത് സൂറത്ത് എടുത്തു കഴിഞ്ഞാലും ഏത് ആയത്ത് എടുത്തു കഴിഞ്ഞാലും അത് ഒന്നുകിൽ ഒരു ആരെങ്കിലും ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു വാണിംഗ് ആയിരിക്കാം. ഖുർആൻ ഫുൾ ഓഫ് ഈ തരത്തിലുള്ള വാണിങ്ങുകൾ, എക്സാമ്പിളുകൾ, ഓരോ തരം അടയാളങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്താവുന്ന, അതൊരിക്കലും ഖുർആൻ ഒരിക്കലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചല്ല, എല്ലാ കാലഘട്ടത്തിനും യോജിക്കുന്ന നിലക്കാണ് ഖുർആൻ ഉള്ളത്. ഏത് സമയത്തെടുത്ത് നമ്മൾ ഏത് ആയത്തെടുത്തു കഴിഞ്ഞാലും അത് ഓരോരുത്തരുടെ ജീവിതത്തിന് അനുയോജിക്കുന്ന നിലക്കുള്ള ആയത്തുകളും ഉദാഹരണങ്ങളും ആണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ആ ഖുർആനെ കേൾക്കുന്നതും അത് ഉൾക്കൊള്ളേണ്ടതും. ഏത് സ്റ്റോറി കേട്ട് കഴിഞ്ഞാലും, എന്ത് ഖുർആനിൽ കേട്ട് കഴിഞ്ഞാലും, എന്ത് തരത്തിലുള്ളതായി കഴിഞ്ഞാലും അത് ഞാൻ ചെയ്യേണ്ടത് ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ ഇത് എനിക്കിതുമായിട്ട് ഒരു ബന്ധമില്ല എന്നല്ല, നേരെ മറിച്ച് ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ച് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളട്ടെ. എന്താണ് അടുത്ത ലൈനിൽ എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എന്നിട്ടാണോ അതോ ഇത് മറ്റുള്ളവരെയാണോ? ഞാൻ എന്താണ് അത് ചെയ്യേണ്ടത്? അള്ളാഹു അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഓരോ ആയത്തും നമ്മൾ കേൾക്കുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ തന്നെ വേണം അത് എടുക്കാൻ. അല്ലാതെ നമുക്ക് അതിനെ ഒരിക്കലും ബൈപ്പാസ് ചെയ്ത് കളയരുത്. ഓരോ ആയത്തും നമ്മൾ വളരെ ഗൗരവപൂർവ്വം വേണം എടുക്കാൻ. ആ സൂറത്തിന്റെ ഓരോ സൂറത്ത് കേൾക്കുമ്പോഴും അതിനൊരു ടോട്ടൽ ഒരു കണ്ടന്റ് ഉണ്ട്, അതിനൊരു ആശയമുണ്ട്. ഒരു കഥ വിവരിക്കുമ്പോൾ അതൊരു കഥ അല്ല, കിസ്സ ആണെങ്കിലും അത് ശരിക്കും ഒരു വിവരണമാണ്, ഒരു കാര്യം വിവരിച്ചു തരികയാണ് ഖുർആൻ. അല്ലാതെ മറ്റുള്ള ബുക്കുകളിൽ പറയുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കഥ പറയുന്ന പോലെയോ ഒരു കഥയല്ല. നമുക്ക് കാണാൻ കഴിയാം, സൂറ അൽ കഹ്ഫിൽ നമ്മൾ ഓരോ ഭാഗം വായിക്കുമ്പോഴും അത് വിവരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഓരോ സൂറത്തിനും അള്ളാഹു തന്നിട്ടുള്ള വിവരണങ്ങളും അതുമായിട്ടുള്ള തഫ്സീർ, അതുമായിട്ടുള്ള എഴുതിയിട്ടുള്ള ഹദീസും കാര്യങ്ങളും വെച്ചിട്ടുള്ള വിവരവും അല്ലാതെ അതിന് പുറത്ത് ഒരു വിവരണവും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വിവരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവരിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിലക്കുള്ള ഹദീസോ എന്തെങ്കിലും ഇറക്കിയിരിക്കും. അത്ര കരുതിയാൽ മതി. അതല്ലാതെ നമുക്ക് അതിനപ്പുറം അതെന്ത് സംഭവിക്കുന്നു, ഇതെന്ത് സംഭവിക്കുന്നു, അതിൽ പെടാത്ത, അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ സീരിയസ്നെസ് അത് നഷ്ടപ്പെടും. അതൊരിക്കലും ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല. വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞ കാര്യം ഉൾക്കൊള്ളുക, എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം നമുക്ക് ഏറ്റെടുക്കുക, അല്ലാതെ വഴി തെറ്റിക്കുന്ന നിലക്കുള്ള ഒരു കാര്യമല്ല നമ്മൾ അതിൽ നിന്ന് ഉൾക്കേണ്ടത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കായിരിക്കണം എപ്പോഴും നമ്മളെ ശ്രദ്ധ പോണ്ടത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൂറത്തിലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖുലിഖൽ ഇൻസാന വലൂമ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്
വളരെ ബലഹീനതായിട്ടുള്ള വീക്കായിട്ടുള്ള നിലക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് നമുക്ക് എപ്പോഴും ചോദ്യം ചെയ്യാനുള്ള ആ പ്രവണത നമ്മളിൽ ഉണ്ടായിരിക്കും. അപ്പോ അള്ളാഹ് നേരിട്ട് തന്നെ ആ കാര്യം പറയുന്നു. നമുക്ക് ആ സൂറ അൽ കഹ്ഫിന്റെ ഭാഗം എത്തുമ്പോൾ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ 5 ആയത്ത് ആണെന്ന് തോന്നുന്നത് നമ്മൾ അന്ന് തുടങ്ങി വെച്ചത്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ നിലക്ക് അതൊന്ന് ടച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താണ് സൂറ അൽ കഹ്ഫിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്ക് അറിയാം, സൂറ അൽ കഹ്ഫ് വളരെ പ്രധാനപ്പെട്ട സൂറകളിൽപ്പെട്ടതാണ്. ഇതൊരു മക്കി സൂറയാണ്. ആദ്യത്തെ ഇറങ്ങിയിട്ടുള്ള ആ മക്കി സൂറകളിൽപ്പെട്ട ഒരു സൂറത്താണ്. മക്കി സൂറ എന്ന് പറയുമ്പോൾ കൂടുതലും അത് തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്താണ് അള്ളാഹുവിന്റെ ഓരോ ആട്രിബ്യൂട്ട്സും, അള്ളാഹുവിന്റെ കഴിവ് എന്താണ്, അതിനെല്ലാം ഉൾക്കൊള്ളുകൊണ്ടാണ് മക്കി സൂറകൾ ഉള്ളത്. അപ്പൊ ആ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ മക്കി സൂറ 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സഹാബത്ത് അനുഭവിച്ചിട്ടുള്ള ആ ഒപ്രഷൻ, അല്ലെങ്കിൽ ആ സമയത്തുള്ള കില്ലിങ്, അങ്ങനെയുള്ള ആ ഒരു ബ്രൂട്ടാലിറ്റി ആ ടൈമിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് അതിൻ്റെതായിട്ടുള്ള തൗഹീദിന്റെ എല്ലാ വശങ്ങളും ഉണ്ടായിരിക്കും. കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിച്ച പോലെ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് വളരെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹദീസ് വഴി വിവരിച്ചിട്ടുണ്ട്. അതില് നമുക്കറിയാം, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആരെങ്കിലും ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, അൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ലൈൻ ഓതിക്കഴിഞ്ഞാൽ മസീഹ് ദജ്ജാലിൽ നിന്നുള്ള ആ ഉപദ്രവം, അല്ലെങ്കിൽ അന്നത്തെ ആ ട്രയൽ, അതിൽ നിന്ന് രക്ഷപ്പെടാം. ആ കുറച്ചുള്ള 3-4 കാര്യങ്ങൾ നമുക്ക്, അതായത് നമുക്ക് ജീവിതത്തിൽ വളരെ വേണ്ടത് എന്താ? ലൈറ്റ് അല്ലെങ്കിൽ ഗൈഡൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ കഹ്ഫ് ഓതുന്ന ആൾക്ക് ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ വരെ അദ്ദേഹത്തിന്റെ ആ ആഴ്ച ഒരു ശോഭയിൽ പ്രകാശിപ്പിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ എപ്പോഴും ആ പ്രകാശം ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഗൈഡൻസ് വേണം. അത് അള്ളാഹുവിൽ നിന്ന്, ആ ഒരു സൂറത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ എന്താണ് ആ സൂറത്തിൽ നിന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നെ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് പല ഹദീസുകളും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തിരുന്നാലും, ഏതായി കഴിഞ്ഞാലും ഈ സൂറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ആദ്യത്തെ ആ മസീഹ് ദജ്ജാൽ ഒരു സെക്കൻഡ് നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് ഉടനെ പറയുമ്പോൾ മസീഹ് ദജ്ജാൽ വരാൻ ഇനി എത്രയോ കാലം ഉണ്ടാവും, നമ്മൾ ആരും ജീവിച്ചിരിക്കില്ല. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഏത് കാര്യമെടുക്കുമ്പോഴും അത് ഏത് കാലഘട്ടത്തിനും യോജിക്കുന്നതാണ്. അല്ലാതെ മസീഹ് ദജ്ജാൽ വരുന്ന സമയത്ത് പഠിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് എന്നല്ല. അതായത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജിച്ച നിലക്ക് നമുക്ക് ആ മസീഹ് ദജ്ജാലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ തരം ട്രയൽസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരം ടെസ്റ്റ് ആണ് ആ മസീഹ് ദജ്ജാലിൽ നിന്ന് തന്നെ നമുക്ക് എത്താൻ പോകുന്നത്. ആ ടെസ്റ്റ് ഇന്നത്തെ കാലത്തിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടെസ്റ്റ് ഓഫ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള, വർഷിപ്പ് ചെയ്യാനുള്ള. ദജ്ജാൽ എന്താ പറയാ? ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്യുന്നതിന് പകരം ദജ്ജാലിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതായത് ആ ടെസ്റ്റ് ഓഫ് വർഷിപ്പ്, അല്ലെങ്കിൽ ആ ടെസ്റ്റ് ഓഫ് റിലീജിയൻ, ട്രയൽ ഓഫ് റിലീജിയൻ, അത് ടെസ്റ്റ് ചെയ്യപ്പെടും. അത് ഇന്നും നടക്കുന്നില്ലേ? ഇന്ന് നമ്മളുടെ ജീവിത ചുറ്റുപാടിൽ നമുക്ക് ശരിയായ നിലക്ക് നമുക്ക് ഇബാദത്ത് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു സെക്ലൂഷൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആർക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം ആ ഒരു സെക്ലൂഷൻ ശരിയായ നിലക്ക്, ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരുപാട് ദജ്ജാലുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? നമുക്ക് ആ വെൽത്തിൽ നിന്നുള്ള ട്രയൽ ഓഫ് വെൽത്ത്. ദജ്ജാൽ വരുമ്പോഴും ഇതേ ട്രയൽ ഓഫ് വെൽത്ത് ആണ്. നമുക്ക് പല സ്വത്തുക്കളും അല്ലെങ്കിൽ വെൽത്ത് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നേരത്തെ പറഞ്ഞ പോലെ
ഒരു ടെസ്റ്റ് എന്ന നിലയിലാണ് നമുക്കത് തരപ്പെടുന്നത്. അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, ഏത് നിലക്ക് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നോളേജ് എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും മ്യൂട്ടാക്കാത്തവരുണ്ട്, മ്യൂട്ടാക്കണം. ജസാക്കുമുല്ലാഹു ഖൈർ. അപ്പൊ നോളേജ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയ ടെസ്റ്റാണ്. കാരണം നമുക്കറിയാം, നോളേജ് ഒരു ആ നോളേജിന്റെ ഒരു വരി എത്തുമ്പോഴേക്ക് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആ ഒരു ചിന്ത വിട്ട് നമ്മൾ വേറൊരു നിലയിലേക്ക് പോകും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ഉണർത്തിയിട്ടുള്ളതാണ്. നമ്മൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബോഡി, പിന്നെ ഒരു മൈൻഡ്, പിന്നെ റൂഹ് എന്ന് പറയുന്ന മൂന്നെണ്ണം കൊണ്ട് ക്രിയേറ്റ് ചെയ്താണ്. ഫിസിക്കൽ ബോഡി, മൈൻഡ്, പിന്നെ സോൾ അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്ന ഭാഗം. ഈ മൂന്നും കൂടി ഒന്നിച്ചാൽ മാത്രമേ നമ്മളുടെ ആ തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പൂർണ്ണമാവുള്ളൂ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെല്ലാവരും ജനിച്ചത് മുതൽ മുസ്ലിമാണ്. നമുക്ക് വേറൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി വെറുതെ വരുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നമ്മളെ ഫിസിക്കൽ ബോഡി മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അത് ഒന്നുകിൽ എന്റെ ടങ്ക്, എന്റെ അവയവങ്ങൾ മാത്രമേ. എന്നാൽ അത് മൈൻഡും എന്റെ സോളും അത് ഉൾക്കൊണ്ടാൽ മാത്രമേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാക്ടിക്കലായി വരുള്ളൂ. അല്ലാതെ ഉള്ളത് വെറും ഒരു യാന്ത്രിക ഒരു തരം എക്സസൈസ് എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എന്റെ സോളിൽ നിന്ന് അത് തിരിച്ച് എന്റെ ബോഡിയിൽ നിന്ന് തുടങ്ങി അത് സോളിലേക്ക് എത്തും. അവസാനം സോൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് കംപ്ലീറ്റ്നെസ് വരുന്നത്. നമുക്കറിയാം, ഓരോന്നിന്റെ ഇടയിലുമുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഞാൻ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മളിത് പലതവണ ചർച്ച ചെയ്ത കാര്യം. നമ്മളെ ബോഡി ആൻഡ് മൈൻഡ് എപ്പോഴും അതിനിടയിൽ ഒരു തിൻ ലെയർ അല്ലെങ്കിൽ ഒരു തിക്ക് ലെയർ എന്തെങ്കിലും ഒന്നുണ്ടായിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. ഒരാൾക്ക് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം, അള്ളാഹുമായിട്ടുള്ള ആ ഒരു ദീൻ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ ബോഡിയും ഫിസിക്കൽ ബോഡിയും മൈൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വളരെ തിന്നായിരിക്കും. അതുകൊണ്ട് എന്ത് മൈൻഡ് പറയുന്നോ അതേ ബോഡി എടുക്കുള്ളൂ. എന്ത് ബോഡി ഒരിക്കലും ബോഡിയുടെ ഇഷ്ടത്തിന് പോവില്ല. അപ്പൊ എനിക്ക് എന്റെ മൈൻഡ് പറയണ അത് ചെയ്യരുത്, അല്ലെങ്കിൽ അത് കേൾക്ക്, ഇത് നല്ലൊരു കാര്യമാണെന്ന് പറയുമ്പോൾ അത് എന്റെ ബോഡി അതിന് വഴങ്ങണമെങ്കിൽ ബോഡിയും മൈൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നാവണം. നമുക്കറിയാം, ഉദാഹരണം, നമ്മൾ ആരെങ്കിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ടും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണമെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല നിലക്കായിരിക്കണം. നല്ലൊരു ഹാപ്പി മൂഡിലും നല്ല റിലേഷൻഷിപ്പിലും മാത്രമേ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോ രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എന്തുമാത്രം കൂടുന്നോ, തിക്നെസ് എന്തുമാത്രം കൂടുന്നോ, ഒരിക്കലും ഈ പറഞ്ഞ രണ്ട് കക്ഷിയും തമ്മിൽ ഒരിക്കലും പറയുമായിരിക്കും, കേൾക്കുമായിരിക്കും, പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വരണമെങ്കിൽ എപ്പോഴും വളരെ അടുത്താൽ മാത്രം പറ്റുള്ളൂ. അത് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരവും നമ്മളെ മനസ്സും. ഒരിക്കലും അത് അകന്നു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ മനസ്സും ശരീരവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇതേപോലെ ഈ മനസ്സും സോളും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, അത് സോൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി അള്ളാഹുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം അതിന് ഈ മൈൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഈ ബോഡിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കറപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സോളിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശരീരത്തിന് എക്സസൈസ് കൊടുക്കും, നമ്മളെ മനസ്സിനോ നമ്മളെ സോളിനോ നമ്മൾ ഒരു എക്സസൈസും കൊടുക്കില്ല. നമ്മൾ കഴിക്കും, നല്ല ആരോഗ്യമുള്ള സാധനങ്ങൾ കഴിക്കാം, ഓർഗാനിക് കഴിക്കാം, ഒക്കെ കഴിക്കാം. പക്ഷെ നമ്മളെ മനസ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുമായിട്ടുള്ള അടുപ്പം തന്നെ വേണം. ഒരു കാര്യവും കൂടെ ഈ സമയത്ത് ഓർമ്മ വന്നുകൊണ്ട് ഉണർത്തണം. ഒരിക്കലും ഒരു ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു സെഷൻ, ഏത് തരം ക്ലാസ് ആയിക്കോട്ടെ, എന്ത് നോളജ് കിട്ടുന്നതായിട്ട്, അള്ളാഹുവിന്റെ പേര് അവിടെ ഉച്ചരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വളരെ കുറെ കാലം മാറി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനുമായിട്ട് കുറെ കാലം മാറി നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാറ്റിന്റെ ഇടയിലും വളരെ തിക്നെസ് സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഒരു മോമിന്റെ കാര്യത്തിൽ, അല്ലാതെ ഒരു മോമിൻ അല്ലാത്ത, ഒരു സത്യവിശ്വാസി അല്ലാത്ത കാര്യത്തിൽ അത് ബാധിക്കുന്നില്ല. കാരണം ഒരിക്കലും അള്ളാഹുവിന്റെ ആ ലൈറ്റ് അവിടെ എത്തിയിട്ടില്ല. ലൈറ്റ് എത്തിക്കഴിഞ്ഞിട്ട്
നമ്മൾ സ്വാഭാവികമായിട്ട് കുറേ നാൾ ഒരു ഗ്യാപ്പ് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നില്ല, നമ്മൾ ഒരിക്കലും ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ഒരു കാര്യത്തിന് നമ്മൾ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അങ്ങനെ സ്വാഭാവികമായി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താ? നമ്മളുടെ മനസ്സിലെ കറ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഇച്ഛ, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അതുമായിട്ടുള്ള ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും വളരെ ഗ്യാപ്പ് കൊടുക്കാതെ, അതായത് ഞാൻ മുന്നേ പറഞ്ഞിരുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാൻ എന്ന് പറയുന്നത് താന്നും പൊങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ഒരു ലെവൽ വരെ താഴാനും പാടുള്ളൂ, ഒരു ലെവൽ വരെ അത് പൊങ്ങും ചെയ്യുള്ളൂ. കാരണം ഒരിക്കലും ഒരാൾക്ക് ഭയങ്കര ഈമാനായിട്ട് പോകാൻ പറ്റില്ല. അത് അങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു ലെവൽ വരെ അത് താഴാൻ പാടുള്ളൂ. ഒരു സൈൻ കർവിൽ ഒരു ലിമിറ്റ് വിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ ഈമാൻ, നമ്മൾ ഒന്ന് ടാലി ചെയ്യുക, എന്തുമാത്രം എൻ്റെ ഈമാൻ വ്യതിചലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോ ഈ മസീഹ് ദജ്ജാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഈ ദജ്ജാൽ വരട്ടെ ആ സമയത്തല്ലേ, ഇതൊക്കെ എന്തിനാണ്. പക്ഷെ ഇത് നമ്മളെ ജീവിതത്തില്, നിത്യജീവിതത്തില്, ഏത് രാജ്യത്തായിക്കോട്ടെ, US കനഡയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, നമുക്ക് ഏത് സമയത്തും നേരിടാവുന്ന ഒന്നാണ് നമ്മൾക്കുള്ള ടെസ്റ്റ്. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നമ്മളുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് തരം ടെസ്റ്റ്, അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത്, അതായത് ഈ ലൈറ്റും ചെയ്യുമ്പോൾ, നമ്മളുടെ ഹാർട്ടിന് ലൈറ്റും ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെങ്ത് കിട്ടും. നമുക്ക് അറിയാം, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഭാഗം വരുമ്പോൾ നമുക്കറിയാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആ ശക്തി എന്ന് പറയുന്നത്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുമായിട്ട് ദുആ ചെയ്തതിന്റെ, ആ അള്ളാഹുമായിട്ട് അടുത്തതിന്റെ ബലമായിട്ട് കൊടുത്തത്. അപ്പോ ഈ സൂറത്ത് നമുക്കും അതുപോലെ തന്നെ ശക്തി തരാനും, അതുപോലെ തന്നെ ചിന്തിക്കുവാനും, അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് ഒരു ചിന്താഗതി കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബുൽ കഹ്ഫിന് കൊടുത്ത പോലെ തന്നെ നമുക്കും അത് കിട്ടും. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ ഈ സൂറത്ത് ഇറക്കപ്പെട്ടത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഖുറൈശ് 3 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് നബിയാണോ ഇത് പ്രോഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. അപ്പോ 3 ചോദ്യങ്ങൾ എന്തായിരുന്നു? ആരാണ് ഈ അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ ആരായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് പിന്നെ ആരാണ് ഈ ദുൽഖർനൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സോ മച്ച് ബ്ലസ് ചെയ്തിട്ടുള്ള ഒരു കിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം രാജ്യം മുഴുവൻ ട്രാവൽ ചെയ്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ, ആ നല്ലൊരു റൂളറായിരുന്ന അദ്ദേഹത്തെ ആ രാജ്യം മുഴുവൻ ഭരിക്കാനുള്ള അനുഗ്രഹം കൊടുത്തു. ആരായിരുന്നു അത്? പിന്നീട് ചോദിച്ചത് റൂഹ് എന്ന് പറയുന്നത് എന്താണ്, എന്താണ് ആ റൂഹ് എന്ന് പറയുന്ന ചോദ്യം. അപ്പൊ ഈ 2 ചോദ്യവും ഉത്തരം കിട്ടാ, മൂന്നാമത്തത് ഉത്തരം തന്നു കഴിഞ്ഞാല് അദ്ദേഹം ഒരു നബിയല്ല എന്നും പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പതിവുണ്ടായിരുന്നു ജിബ്രീൽ വരുന്ന, അതനുസരിച്ച് നബി അവരോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല, ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 15 ചില വിവരണം അനുസരിച്ച് 15 ദിവസത്തോളം കാത്തു നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ജിബ്രീൽ വന്നത് സൂറ അൽ കഹ്ഫും സൂറ ബനി ഇസ്രായേലും കൊണ്ടുവന്നു. അപ്പോ അൽ കഹ്ഫില് ആദ്യത്തെ 2 ചോദ്യത്തിന്റെയും, ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൂറ അൽ കഹ്ഫില് ആ ഒരു സ്റ്റോറി മാത്രമല്ല, ഒരുപാട് സ്റ്റോറികൾ, ഒരുപാട് കഥകൾ. ആ സ്റ്റോറി എന്ന് പറയുന്നത് മായം ചേർക്കാത്ത, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറയാത്ത, വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രം അവതരിപ്പിക്കുന്ന നിലക്ക് പല കഥകളും പലവർക്കും, നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും, ഇനി വരുന്ന ഏത് ജനറേഷൻ ആയിക്കോട്ടെ അവർക്ക് ഉൾക്കൊള്ളാവുന്ന പല ലെസൺസും അതിനകത്ത് ഉണ്ട്. പിന്നെ റൂഹിനെ കുറിച്ച് പറഞ്ഞത് ബനി ഇസ്രായേലിനും. അങ്ങനെ ആ 2 സൂറത്തും ജിബ്രീലായിട്ട് വന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോ അതാണ് ആ സൂറ ഇറങ്ങാനുണ്ടായ കാരണം. പിന്നെ ഇതില് കവർ ചെയ്യുന്ന 4 സ്റ്റോറി, 4ഉം 5ഉം എന്ന് പറയാം. ഒന്ന് ഞാൻ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിന്റെ, അതായത് ആ ഗുഹാവാസികളുടെ കഥ. ഞാൻ ഇപ്പൊ അതിലേക്ക് ഞാൻ പെട്ടെന്ന് ചാടി കിടക്കുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളത് ആ ലൈൻ പോകുമ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠം, അതാണ് എപ്പോഴും നോക്കേണ്ടത്. അതാണ് എനിക്കിത് എന്തുകൊണ്ട് കാര്യം. കാര്യം ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പലതും പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. അതാണ് ഫ്രൈഡേ ടു ഫ്രൈഡേ ലൈറ്റൻ ചെയ്യും നമ്മളെ ലൈഫ്.
ആ ലൈറ്റ് ഇവിടെ നിന്ന് കാബ വരെ വ്യാപിക്കും, അല്ലെങ്കിൽ നാളെ മാശറയിൽ വെച്ച് നമുക്ക് ആ ലൈറ്റ് ഒരു അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് അറ്റ് പ്രസന്റ് ഈ കാര്യത്തിൽ നിന്ന് എന്തെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും, എനിക്ക് എന്റെ കുടുംബങ്ങൾക്ക് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും, എനിക്ക് ഇതുമായിട്ട് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതുമായിട്ട് എനിക്കൊരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റുമോ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ദീനുമായിട്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഈ സൂറത്തിനെ ഞാൻ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്കൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ നമുക്ക് പകർത്തുന്നില്ല. അതുപോലെ തന്നെ ഓരോ സൂറത്തിനെയും നമുക്ക് എടുത്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് റിസർച്ച് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഓരോ ആവശ്യത്തിലും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഓരോ സൈഡിലും അതിനെ ഉപയോഗിക്കാം. സർവശക്തൻ തൗഫീഖ്. പിന്നെ രണ്ട് ഗാർഡൻ കൊടുത്ത, അതായത് 2 അയൽവാസികളായിട്ടുള്ള 2 ആൾക്കാർക്ക്, ഒരാൾക്ക് 2 ഗാർഡനും കൊടുത്തു, മറ്റുള്ള കുറെ മക്കളെയും കൊടുത്തു, നല്ല സ്വത്തും കൊടുത്തു. അതായത് ഖുർആൻ വിവരിക്കുന്നതിന് മാത്രം സ്വത്ത് കൊടുത്തു ഒരാൾക്ക്, മറ്റാൾക്കൊന്നും കൊടുത്തില്ല. അപ്പൊ അവരുടെ ആ സ്റ്റോറി, ആ ഗാർഡന്റെ സ്റ്റോറി, അല്ലെങ്കിൽ അത് കൊടുത്തിട്ടുള്ള വെൽത്ത് ആൻഡ് ചിൽഡ്രൻ ആ ടെസ്റ്റ് ഇതില് ആ ട്രയല് പലതരം ട്രയൽസ് ആണ്. ആദ്യത്തേത് നമ്മളെ ഹ്യൂമിലിറ്റി എന്ന് പറയാ, ഗുഹാവാസികൾ അവര് സ്വന്തമായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ഇതിന്റെ ആ സ്റ്റോറി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അത് നമുക്ക് അറ്റ് പ്രസന്റ് നമ്മളുടെ മക്കളെയും എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ചോദ്യചിഹ്നമാണ് അത്. രണ്ടാമത്തെ സ്റ്റോറി ട്രയൽ ഓഫ് വെൽത്തും ചിൽഡ്രനും, മക്കളും ധനവും. അപ്പോ ചിലവർക്ക് ധനം കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറക്കും. നമ്മൾ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് അറൌണ്ട് അസ്. അത് നോൺ മുസ്ലിംസ് അല്ല, മുസ്ലിം ആയിട്ടുള്ളവർ തന്നെ നമുക്ക് അവരുടെ വർത്താനങ്ങളിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തിരിച്ചുള്ള നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന നിലക്കുള്ളത്. അതായത് ഒരു മനുഷ്യന് അള്ളാഹുവിന് അപ്പൊ എന്തുമാത്രം ഫീൽ ചെയ്യാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഈ ധനം എല്ലാം അനുഭവിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നില് ഞാൻ എന്റേതാണ് എന്ന് പറയും. നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നു ഇയാൾ എന്താ അഹംഭാവാണ്. അപ്പോ ഇതെല്ലാം കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം എന്റെ കഴിവ്, എന്റെ നോളേജ്, ഞാൻ എന്റെ കഴിവുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കഥ ഓർമ്മ വന്ന് പറയാം. ഈജിപ്തിലുള്ള ഒരു വളരെ പയസായിട്ടുള്ള നല്ലൊരു കുറച്ച് നിലക്ക് ദീന് പ്രാക്ടീസ് ചെയ്യുന്ന നല്ലൊരു കുറച്ച് ഈമാനൊക്കെ ആയിട്ടുള്ള ഒരു മിഡ് ഏജ്ഡ്, അത്ര പ്രായമില്ലാത്ത ഒരാള്, വളരെ ധനമുണ്ട്, നല്ല ധനമുള്ള ആളാണ്. അപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസുഖം വന്നു. അസുഖം വന്നപ്പോ ഡോക്ടർ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ ജീവിതം വളരെ ഇങ്ങനെ ഒരു പ്രത്യേകതരം അസുഖമാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ചിലപ്പോ ഒരാഴ്ച നിന്നെന്ന് വരാം, ചിലപ്പോ വളരെ പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ മരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയി, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. എന്താന്നുള്ളത് ആകെ ആലോചിച്ചിട്ടൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോ എപ്പോഴും നമ്മൾ ആദ്യം കാണേണ്ടത് ആരുമായിട്ടാണ് നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ കാര്യങ്ങൾ. അപ്പൊ ആദ്യം ഇദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് സംസാരിച്ചത് വളരെ നോളജബിൾ ആയിട്ടുള്ള, വളരെ ദീനി ആയിട്ടുള്ള ഒരു ആലിമായിട്ടുള്ള ഒരാളടുത്ത് ഇത് പറഞ്ഞു, എന്റെ ജീവിതം എങ്ങനെ പറയുന്ന എന്താ ഞാൻ ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള സ്വത്തെല്ലാം നിങ്ങൾ അതിൻ്റെതായ നിലക്ക് ഉപയോഗിക്കാനും, മക്കൾക്കാണെങ്കിലും മക്കളോട് പറഞ്ഞ് അത് സദക്ക ചെയ്യുക, ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത് വെൽത്ത് ഹോൾഡ് ചെയ്ത് വെക്കാതെ അതെന്താ ചെയ്തിട്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് നാളെ മരിക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഫീലിംഗ് ഇല്ലാത്ത നിലക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഇത് പറഞ്ഞതനുസരിച്ച് അയാള് മക്കളെ വിളിച്ചു വരുത്തി മക്കളോട് പറഞ്ഞു, ഇങ്ങനെ എന്റെ ജീവിതം അവസാനിക്കാനായി, നിങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നു, എന്റെ ബിസിനസ് ഇന്നതാണ്, അത് ചെയ്യണം, ഇത് നോക്കണം, അങ്ങനെ നല്ല നിലക്ക് ദീനിയായിട്ടുള്ള നിലക്ക് പറഞ്ഞു കൊടുത്ത് എല്ലാം ഡിവൈഡ് ചെയ്ത് മരണത്തെ കാത്തിരിക്കുക. അങ്ങനെ 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ്, ഓരോ ദിവസം മക്കളെ വിളിക്കും. അപ്പൊ മക്കൾ വരും, ഇപ്പൊ ഒന്ന് അവസാനിക്കും എന്നുള്ള നിലക്ക്. അപ്പൊ അയാള് ദീനുമായിട്ട് അള്ളാഹുമായിട്ട് അടുത്ത് ഇബാദത്തിൽ മുഴുകിക്കൊണ്ടും ആൾക്കാർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, 3 കഴിഞ്ഞ്, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഓരോ ദിവസം ഡോക്ടർ വരും, നോക്കും, ഇത് നാളെ ആവും എന്നും പറഞ്ഞു. അങ്ങനെ ആഴ്ച കഴിഞ്ഞു, ഓരോ ആഴ്ചയും കഴിഞ്ഞ്, 2 ആഴ്ചയും കഴിഞ്ഞ്, 3 ആഴ്ചയും കഴിഞ്ഞു. ഓരോ ദിവസങ്ങളും ഇങ്ങനെ തന്നെ നീങ്ങി പോകുന്നു. അപ്പോ അവസാനം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ
എന്തോ പറ്റിയെന്നറിയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഏറ്റവും റഹ്മത്താണ്. കാരണം എനിക്കിപ്പോ മരിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും ഞാൻ മരണത്തെ കാത്തുകൊണ്ട്, മരണത്തിന്റെ ആ കുഴിയിലേക്ക് കാലുമിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഓരോ ദിവസം ഞാൻ നീക്കുകയാണെങ്കിൽ എനിക്ക് മരണം എത്തുമ്പോൾ എനിക്ക് യാതൊരു വേദനയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ല. അപ്പോ ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതം കൊണ്ടുപോകുന്നത്. വളരെ പ്രയാസമുള്ള കാര്യമാണ്, ഇതൊരു തിയറിറ്റിക്കലി ആണ്. പക്ഷെ അതേസമയം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അക്കൗണ്ട് ചെക്ക് ചെയ്യും. നമ്മളെപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ചെക്കിംഗ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് നമ്മളെപ്പോഴും നോക്കും. നമ്മളെ ജീവിതത്തിന്റെ അക്കൗണ്ട്, അല്ലെങ്കിൽ എന്ന് ഇത് അവസാനിക്കും എന്നുള്ളത് നമ്മൾ ഓരോ ദിവസം ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇതുപോലെ ആർക്കും എപ്പോഴും വരാം. അപ്പൊ നമുക്ക് അധികമായിട്ടുള്ള ധനം, അല്ലെങ്കിൽ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ധനവും മക്കളും എല്ലാം. അപ്പൊ അതൊരു സ്വാലിഹായ നല്ല നിലക്ക് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറു മിൻ റബ്ബിക സവാബൻ വ ഖൈറു അമല. അപ്പൊ ഒരിക്കലും നമുക്ക് അവശേഷിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രം. അപ്പോ ബാലൻസ്ഡ് ആയിരിക്കണം ലൈഫ്. ഒരിക്കലും മരണത്തെ മാത്രം ആലോചിച്ച് ജീവിക്കണം എന്നല്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്ന മരണത്തെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് ഒന്ന് മിസ്റ്റേക്കുകൾ വരില്ല, രണ്ട് എപ്പോഴും അവൻ പടച്ച് അള്ളാഹുമായിട്ട്, സൃഷ്ടാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിതം ഒരു ഔദാര്യമായതുകൊണ്ട് ഈ ഔദാര്യം സർവശക്തനെ എപ്പോഴും തിരിച്ചെടുക്കാം. ചില സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആ ഖദർ നടപ്പാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസം വരുത്താം. അള്ളാഹു അത് ഈ കഥ പറഞ്ഞ പോലെ ആ ഒരാഴ്ച കൊണ്ട് മരണം ഉറപ്പാക്കി അള്ളാഹു അത് ചേഞ്ച് ചെയ്ത് കാണാം. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോ അള്ളാഹുവിന്റെ പ്ലാനിൽ മാറ്റം വരുത്തി. കാരണം നിത്യേന മലക്കുകൾ മേലെ ചെന്നിട്ട് പറയും, അള്ളാഹുവെ അദ്ദേഹം ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം കൂടുതൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ, അള്ളാഹുവിന് തന്നെ അറിയാം. ഇദ്ദേഹത്തെ പല എക്സാമ്പിൾസ് ഉണ്ട്, പല സൂറത്ത് നമ്മൾ മുന്നേ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് തിരിച്ച് ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ പോലും നന്നാവില്ല എന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അപ്പോ എല്ലാം അറിയുന്നവനും റബ്ബാണ്, എല്ലാറ്റിന്റെയും കൺട്രോൾ ചെയ്യുന്നതും സർവശക്തനാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്. അപ്പൊ രണ്ടാമത്തെ ആ ഗാർഡന്റെ രണ്ട് ഗാർഡനിലുള്ള ആൾക്കാരുടെ സ്റ്റോറി, പിന്നെ ഏകദേശം മിഡിലായിട്ട് ആദമും ഇബ്ലീസും തമ്മിലുള്ള ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. പിന്നെ മൂസ അൽ ഖിദർ ന്റെ സ്റ്റോറി. ഇതെല്ലാം നമ്മൾ അവിടെ എത്തുമ്പോ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു സമ്മറി ഇടാം, പക്ഷെ അങ്ങനെ ആയിട്ട് കാര്യമില്ല. നമുക്ക് ഏതായാലും സൂറത്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് ഇതിൽ പോകണം. പിന്നെ ദുൽഖർനൈന്റെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ അതിന്റെ സ്റ്റോറി, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഓരോ സ്റ്റോറിയിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന. അതായത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ മൂസയും അൽ ഖിദറും തമ്മിലുള്ള സ്റ്റോറി ജസ്റ്റ് ഒരു ഗ്ലിംസ്, ഒരു ചെറിയൊരു ഉദാഹരണം. ആ അൽ ഖിദർ ആ ഒരു ചെറുപ്പം കുട്ടിയെ പിടിച്ച് കൊല്ലുമ്പോ, അതായത് കട്ട് ചെയ്ത് 4 പീസാക്കി കളയുമ്പോ ആ മൂസ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ തോന്നിയതും നമുക്ക് തോന്നുന്നതും സ്വാഭാവികമായിട്ട് എന്തായി ചെയ്യുന്നതെന്നുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിശ്ചയിച്ചിട്ട് അത് വളരെ എത്രയോ കാലം കഴിഞ്ഞ് നടക്കാവുന്ന കാര്യം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ അത് എങ്ങനെ നടക്കണം എന്നുള്ളത് തീരുമാനിക്കും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടണം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ നടന്നു? അള്ളാഹു അതിനൊരു നല്ല കാര്യം വേറെ വെച്ച് കാണും. അല്ലെങ്കിൽ വേറൊരു ഇപ്പൊ ഇതിൽ ഈ കഥയിലെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല പുത്രനെ കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് കാണും. അതുകൊണ്ട് മറ്റേ ചീത്തയായി പോകുന്ന ഒരു മകനെ ഒഴിവാക്കിയതാ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും 2 വശം ചിന്തിക്കണം. അള്ളാഹുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിലക്ക് ഉള്ള റിലേഷൻഷിപ്പ് ആവരുത്. നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പോ നമ്മൾ യജമാനോട് ചോദിക്കുമ്പോൾ, നമ്മൾ നമ്മളെ മാനേജറെ അടുത്ത് ചോദിക്കുമ്പോൾ അതിൻ്റെതായ നിലക്ക് ചോദിച്ച് നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യണം. അല്ലാതെ താ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തല്ലുകൂടാറില്ല ഒരിക്കലും. അപ്പൊ ആ ഒരു പല സ്റ്റോറികളും ഇൻഷാ അല്ലാഹ് ഇതില് അടങ്ങുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് തുടങ്ങാം. അന്ന് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. അഊദു ബില്ലാഹി, ഒരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. നമ്മൾ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴാണ് ക്ലാസ് ഉള്ളത്. അപ്പൊ എത്ര ആയത്താണ് എടുക്കുന്നത്, എത്ര ആയത്താണ് നമ്മൾ കവർ ചെയ്യുന്നത്, അത്
കാണാതെ പഠിക്കണം പിറ്റത്തെ സെഷൻ വരുമ്പോൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളിത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ഈ സൂറത്ത് കഴിയുമ്പോൾ ആ സൂറത്ത് നമുക്കറിയാം. എനിക്കറിയാം പലവർക്കും സൂറത്ത് ഇത് അറിയുന്നുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ആ സൂറത്ത് കാണാതെ പഠിക്കുക. ഒരു വരി പഠിക്കാൻ നമുക്കൊന്നും ഒരു പ്രയാസമല്ല. എത്ര സോങ് വേണമെങ്കിലും നമ്മൾ പഠിക്കും 1 സെക്കൻഡ് കൊണ്ട്. അപ്പോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ അറിയാതെ തന്നെ ഗുണങ്ങൾ വരുത്തുന്ന, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ഓതിപ്പോകുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സൂറത്താണ് ഖുർആൻ. ഏത് സൂറത്തും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് നമ്മൾ കവർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക. ഒന്ന് മനസ്സിലാക്കുക സ്വയം, 2 അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, 1 പിന്നീട് അത് കൃത്യമായിട്ട് ഓതാൻ പഠിക്കുക, എന്നിട്ട് അത് കാണാതാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മാത്രം ഓതിയാൽ പറ്റില്ല. നമുക്കത് കാണാതെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ലൈന് കാണാതെ പഠിച്ച് നമുക്കത് കാറിൽ പോകുമ്പോൾ മക്കളുമായിട്ട്, ഇപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. നമുക്ക് കുട്ടികൾ കേൾക്കിച്ചല്ലേ, നമുക്ക് അത് കാറിൽ പോകുമ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് നമുക്ക് അൽക്കാഫ് ഓതാന്ന് പറഞ്ഞിട്ട് നമ്മ ഓതുക. അപ്പൊ കുട്ടികളും ബാക്കിയുള്ളവരും അത് ഓതാനിടയാവും. അങ്ങനെ അതൊരു ആ ഫ്രൈഡേയിൽ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് ഇന്ന് അൽക്കാഫ് ഓതിയേ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് ഓതുക. സ്വാഭാവികമായിട്ട് നമ്മളില്ലാത്തൊരവസ്ഥയിലും അത് അവിടെ കിടക്കും. അതായത് അതിന്റെ അക്കൗണ്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല കുട്ടികളായിക്കോട്ടെ, കുട്ടികളുടെ മനസ്സിലും വളർന്നു കഴിഞ്ഞാലും പിന്നീടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ അഭ്യർത്ഥന നിങ്ങൾ എടുക്കണം. അപ്പൊ നമുക്ക് ഈ ക്ലാസ് കഴിയുന്നതിന്റെ തൊട്ട് മുന്നേ നമുക്ക് ഒന്നിച്ച് അത് ഓതാം. ആ 10 ലൈൻ ആണെങ്കിൽ 10 ലൈന് നമുക്ക് കഴിയുന്നത്ര തിരക്ക് പിടിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. നമുക്ക് അത് എന്തുമാത്രം എഫക്റ്റീവ് ആണ്. ഈ ജുമായുടെ കാര്യം പറയുന്ന പോലെ ജുമാ ഒരിക്കലും അത് വേറെ ഒരു നിലക്ക് ഉപകാരമില്ല. അതായത് ആ ജുമായുടെ ഒരു ആസ്പെക്ട് എടുത്താൽ എന്തുമാത്രമാണ് അത് കേൾക്കുന്ന ആൾക്കാർക്ക് ആ ഖുതുബയിൽ നിന്ന്, ആ ഖുതുബ എന്തുമാത്രം കേൾക്കുന്നു, അതാണ് ആ ഖുതുബയിലുള്ള എഫക്റ്റീവ്നെസ്. അല്ലാതെ ആ ഖുതുബയിൽ പോയിരുന്ന ഒന്നും അതിൽ പിടിച്ചില്ലെങ്കിൽ അതില് ആ ഖുതുബക്ക് ഒരു എഫക്റ്റും ഇല്ല. ആ വന്നിരുന്ന ആൾക്കാരിൽ എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ സൂറത്തില് എന്തുമാത്രം കേട്ട് എന്ത് വ്യത്യാസം വരുന്നു, എങ്ങനെ പഠിക്കുന്നു, അതിനനുസരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ് നമ്മളത് മുന്നേ പറഞ്ഞു. അതായത് ഈ സൂറത്ത് മക്കി സൂറ ആയതുകൊണ്ട് ഈ വളരെ ഓരോ വേർഡും അത് തൗഹീദിനെ ഉറപ്പിക്കുന്നതാണ്. അപ്പൊ ആ തൗഹീദ് വൺനെസ് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവർ എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ അൽഹംദു എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, 5 സൂറത്ത് അല്ലെങ്കിൽ പല ഖുർആനിൽ ഈ അൽഹംദു വെച്ച് തുടങ്ങും. അൽഹംദു എന്ന് പറയുന്നത് വെറുതെ ഒരു വേർഡിൽ നിന്ന് ചാടി വരണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബോഡിയും സോളും മൈൻഡും എല്ലാം കൂടെ ഒന്നിച്ചു വേണം അൽഹംദു വരേണ്ടത്. അല്ലാതെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ കൈഫൽ ഹാൽ എന്ന് ചോദിക്കാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഇതാവരുത്. അൽഹംദുലില്ലാ അതായത് ആ പറയുന്ന വാക്കിൽ തന്നെ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള നിഅമത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദു എന്ന വാക്ക് എപ്പോഴും അള്ളാഹുവിന് മാത്രമുള്ള വാക്കാണ്. അല്ലാതെ മറ്റുള്ള ശുക്ർ പോലെ ഇപ്പൊ നമ്മൾ ഒരാളെ ശുക്ർ ചെയ്യുന്ന അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന പോലെ അല്ല അൽഹംദു. നമ്മൾ ആരോടും അൽഹംദു കരീം അല്ലെങ്കിൽ അൽഹംദു ജബ്ബാർ പറയില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നമ്മള് അള്ളാഹുവിന് മാത്രമായിട്ട് സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ്. എന്തിനാണ് അള്ളാഹു ഈ സ്വയം എടുത്തു പറയുന്നത്? അള്ളാഹുവിന് സർവസ്തുതിയും തന്റെ അടിമയുടെ മേൽ ഈ വേദഗ്രന്ഥം അതിന് യാതൊരു വക്രതയും ഇല്ലാതെ. അതായത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ്, ഈ വേദഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഖുർആൻ ഇറക്കിക്കൊടുത്ത ഒരുപാട് സൂറത്തുകൾ നമുക്ക് കാണാം. നസിലൽ കിതാബ, അൻസലൽ കിതാബ എന്ന് പറഞ്ഞിട്ട് ഇത് ഇറക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു പല തവണകളായിട്ട് അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളായിട്ട് ഇറക്കി തന്നിട്ടുള്ള അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദ്. അബ്ദ് എന്ന് പറയുന്നത് ഇവിടെ അടിമ എന്ന് പറയുന്നത് കൂടുതലും ഉദ്ദേശിക്കുന്നത് വർഷിപ്പർ അല്ലെങ്കിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ്. അല്ലാതെ അടിമ എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലുള്ള അടിമയല്ല. തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഡ്രസ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ എന്ന് പറയുന്നത് ഏറ്റവും വർഷിപ്പർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഖുർആൻ ഇറക്കിയത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്,
അപ്പൊ അൽഹംദ് എന്ന് പറയുന്ന ആ സ്തുതി അത് അള്ളാഹുവിന് മാത്രം അടങ്ങുന്നതാണ്. അപ്പൊ അല്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ്, അല്ലദീ അൻസല അവന് അവതരിപ്പിച്ചവൻ ആരാണ്? അള്ളാഹു. അബ്ദൻ തന്റെ അടിമയുടെ മേൽ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്, വലം യജ്അൽ ലഹു ഇവജ. ഇവജ എന്ന് പറയുന്നത് അത് വക്രത അല്ലെങ്കിൽ ഒരു വളവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലക്കുള്ള ഒരു ചുളിവോ വളവോ ഇല്ലാത്ത നിലക്ക്. അത് എന്തുകൊണ്ടാണ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ട്രെസ് ചെയ്ത് പറയുന്നത്? നമ്മളൊരു ബുക്കിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ അവതരിപ്പിച്ചു തന്ന അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയ ഒരു സാധനം നമുക്ക് വായിക്കും, നമുക്ക് അതിനൊരു ഉറപ്പ് കിട്ടണം. അതായത് ഞാൻ എന്ത് ഉറപ്പിലാണ് ഞാൻ അതിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇതിന് യാതൊരു വക്രതയുമില്ല. അപ്പൊ അതായത് അതിന്റെ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്ട്രെയിറ്റ് ആണ്, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ചികിത്സേണ്ട കാര്യമില്ല. കാരണം ക്രിയേറ്റർ ആണ് പറയുന്നത്, ഇത് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, എല്ലാറ്റിനും കാരണമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ നിങ്ങൾക്ക്, എന്റെ അടിമക്ക്, എന്റെ വർഷിപ്പർക്ക്, എന്നെ ഇബാദത്ത് ചെയ്യുന്ന ഇബാദിക്ക് തന്നിട്ടുള്ള ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അതിന് യാതൊരു വക്രതയുമില്ല. അതിന് വക്രതയുമില്ല എന്ന് മാത്രമല്ല, ആ വക്രതയുമില്ല എന്ന് പറയുന്നതിന് ഒരു മീനിങ് കൂടെ ഉണ്ട്. അത് വളഞ്ഞവരെ ശരിയാക്കാനും, ഒരു വക്രതയുമില്ല, ഒരു വടി നമ്മൾ എടുത്തിട്ട്, വളവില്ലാത്ത ഒരു വടി എടുത്തിട്ടായിരിക്കണം നമ്മൾ വേറൊരു സാധനത്തിന്റെ വളവ് നിവർത്തുന്നത്, അല്ലെ? നമ്മളൊരു വളഞ്ഞ സാധനം വേറൊരു വളഞ്ഞ സാധനം കൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ ശരിയാക്കാൻ നോക്കൂല, കാരണം അതും വളഞ്ഞു പോകും. അപ്പൊ എപ്പോഴും ഒരു നേരായ വളവില്ലാത്ത ഒരു വടിയോ അല്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഈ വടിക്ക് വളവില്ല എന്ന് പറയുമ്പോ ഈ വടി കൊണ്ട് മറ്റുള്ളവരുടെ വളവും ശരിയാക്കാൻ പറ്റും. അപ്പോ വലം യജ്അൽ ലഹു ഇവജ, ഇതിന് യാതൊരു വക്രതയുമില്ല. അതായത് ഇത് വക്രതയുള്ളവരെ ശരിയാക്കാനും പറ്റും. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. ഖയ്യിമൻ അതായത് ഇത് ചൊവ്വായ നിലയിൽ ആക്കി തരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. ഇത് ചൊവ്വായ നിലയിൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെ വഴി തെറ്റുന്നവരിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും ഏത് നിലക്കുള്ള വഴി കാണിച്ചു തരാനും ഇതുകൊണ്ട് കഴിയും. ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. അതായത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിക്ക് നല്ലതായ പ്രതിഫലം അവർക്കുണ്ടെന്ന് ഉള്ള ഒരു വാണിംഗ്. എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ അത് വാണിംഗ്, ലെസൺസ്, പിന്നെ പല നിരക്കുള്ള എക്സാമ്പിൾസ്, ഇതെല്ലാം നിറഞ്ഞതാണ് ഖുർആൻ. അതായത് ഒരു ചെറിയൊരു ആയത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തെല്ലാം ഇതിലടങ്ങുന്നത്. ഇത് ഒരു വക്രതയുമില്ലാത്ത, മറ്റുള്ളവരെ വളവ് നിവർത്താൻ പറ്റിയിട്ടുള്ള ചൊവ്വായ നിലക്ക്, കയ്യിമ ചൊവ്വായ നിലക്കിൽ ഉള്ള ഒരു ഗ്രന്ഥമാണ്. ലിയുൻദിറ എന്ന് പറയുമ്പോ അത് താക്കീത് ചെയ്യുക അല്ലെങ്കിൽ വാൺ ചെയ്യാൻ പറ്റുക. ഖയ്യിമൻ ലിയുൻദിറ അതായത് ഇത് താക്കീത് ചെയ്യാൻ പറ്റുക. ഖുർആൻ വാണിംഗ്, ഫുൾ ഓഫ് വാണിംഗ്. അതായത് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? നമുക്ക് വാണിംഗാ വേണ്ടത്. എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണം കിട്ടും. അപ്പോ ഖുർആൻ എപ്പോഴും അത് രണ്ട് കാര്യം കൂടെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പണിഷ്മെന്റ് കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിവാർഡ് അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അപ്പോ ഇത് മുന്നറിയിപ്പ്, ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. മുന്നറിയിപ്പ് ആർക്കാണ്? മുന്നറിയിപ്പ് നൽകാനായിട്ട് ശദീദൻ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള അവന്റെ അള്ളാഹുവിൽ നിന്നുള്ള പണിഷ്മെന്റ് മിൻ ലദുൻ അവന്റെ പക്കൽ നിന്ന്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടുന്ന വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. പടച്ചവൻ രണ്ടും തരുന്നുണ്ട്. അതായത് നല്ല നിലക്കുള്ള മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ആ പ്രവർത്തിക്കുന്നവർക്കുള്ള ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതുമായിട്ടുള്ള ഗുണങ്ങൾ, അവർക്ക് നല്ല ഗുണങ്ങൾ, പ്രതിഫലം, അജ്റൻ പ്രതിഫലം കിട്ടുന്നു. അല്ലാത്തവർക്ക് എന്താ? അൽമാക്കിത്തിന ഫീഹി അബദ, അവർ അതിൽ നിന്ന് എന്നെന്നും കഴിഞ്ഞുകൂടുന്ന നിലക്ക്. അപ്പൊ നല്ല ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള നിലക്കുള്ള കാര്യങ്ങളും അല്ലാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റും കിട്ടുന്ന നിലക്കുള്ള വാണിങ്ങും എല്ലാം നടന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഈ മഹത്തായ ഗ്രന്ഥം എന്റെ അടിമയ്ക്ക് വേണ്ടി ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. വയുൻദിറല്ലദീന ഖാലു തഖല്ലാഹു വലദ. വളരെ സീരിയസ് ആയിട്ടുള്ള അള്ളാഹു എന്താണ് ഈ ഖുർആൻ കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ തൗഹീദ്, മക്കി സൂറ, അതായത് മക്കയില് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായിരുന്നത് എന്താ?
അതായത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക, അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയാ, അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറയുന്നത് ഒരു മറ്റുള്ള നിലക്ക് ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നേരിടേണ്ടി വന്നത്. അപ്പൊ അതിനെ അള്ളാഹു അടിയുറച്ച് ഇതാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത് ധൈര്യം കൊടുക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിറക്കി. വഇൻദറല്ലദീന ഖാലു തഖല്ലാഹു വലദ, അള്ളാഹു സന്താനം സ്വീകരിച്ചിട്ടെന്ന് പറയുന്നവരെ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു ക്രിയേറ്റർ നമുക്ക് നേരെ ആരെങ്കിലും ഒരു അപവാദം അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യങ്ങൾ, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എന്തുമാത്രം അത് വേദന ഉണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നത് എന്താണ്? അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന്. വഖാലു തഖദർ റഹ്മാൻ വലദ, നമുക്കറിയാം സൂറ മറിയമില് വളരെ സീരിയസ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലു തഖദല്ലാഹു വലദ, സർവശക്തന് ഒരു സന്താനം സ്വീകരിച്ചിട്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അപ്രകാരം പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു. തകാദു സമാവാതി യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ, അത് ആ പറഞ്ഞതുകൊണ്ട് ഉണ്ടാകാവുന്ന ആ ഭയാനകമായിട്ടുള്ള കാര്യം, അത് നിമിത്തം തകാദു സമാവാതി യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു, അതായത് അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരും. അതായത് ഈ പറഞ്ഞവരൊക്കെ ആ ഗുരുതരമായിട്ടുള്ള വതൻശഖുൽ അർദു, അതായത് പൊട്ടിപ്പിളരും, ആകാശങ്ങൾ പൊട്ടിപ്പിളരും, ഭൂമി വീണ്ടു കീറും. ഈ പറഞ്ഞത് അതിനു മാത്രം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പർവ്വതം തകർന്ന് വീഴുകയും ചെയ്യും. ഈ ഒരു പറഞ്ഞ ആ വഖാലു തഖല്ലാഹു വലദ, ആ അള്ളാഹുവിന് ഒരു കുഞ്ഞുണ്ട് അല്ലെങ്കിൽ സന്താനം സ്വീകരിച്ചിട്ടുണ്ട്, മകളുണ്ട്, മകനുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട്, അതെ ആ സന്താനം എന്ന് പറയുന്നത് അൻദഅഉദി റഹ്മാനി വലദ, അതെ പരമകാരുണ്യൻ സന്താനമുണ്ടെന്ന് അവർ വാദിച്ചത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ പർവ്വതങ്ങൾ പൊട്ടിപ്പിളരും. ആ അത്രയും ഭയാനകമായിട്ടുള്ള അതാണ് സന്താനത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് പരമകാരുണ്യന് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം സർവശക്തൻ എല്ലാം സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനം ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് വേറെ ഒന്നുള്ളത്? കാരണം ആ സന്താന പരമ്പരയായിട്ട് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നിന്റെ ആവശ്യമല്ല. അപ്പൊ ഈ പറഞ്ഞ ഇതിനെ ശരിയാക്കാനായിട്ട് ഈ മുശ്രിക്കിങ് അല്ലെങ്കിൽ ഈ ഖുറൈശികൾ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന വഇൻദറല്ലദീന ഖാലു തഖല്ലാഹു വലദ, അള്ളാഹുവിനെ സന്താനം സ്വീകരിച്ചിട്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് ചെയ്യുവാനായിട്ടും ആകുന്നു ഇത് ഞാൻ ഇറക്കിയിട്ടുള്ളത്. മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവർ പറയുന്നത് അവർക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയത്? അവരാകട്ടെ അവരുടെ പിതാക്കളാകട്ടെ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരാകുന്നു. ഇത് എവിടുന്നാണ്? സാധാരണ നമുക്കറിയാം, ആരെങ്കിലും എന്തെങ്കിലും അപവാദം പറയുമ്പോ ആരേത് പറഞ്ഞു? ഇത് ഇയാള് പറഞ്ഞു, ആരാത് പറഞ്ഞു, അങ്ങനെ ആളായിട്ട് ചെയ്തു നോക്കി കഴിഞ്ഞാൽ ആരും പറഞ്ഞത് ഉണ്ടാവില്ല. അപ്പോ ഇത് ഒന്നുകില് വാപ്പ കാരണവന്മാരായിട്ട് പറഞ്ഞതായിരിക്കും, അല്ലാതെ ഇതിനൊരു ഒറിജിൻ, ഒരു ശരിയായിട്ടുള്ള ഒറിജിൻ ഉണ്ടാവില്ല. അതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് വഴി പറയുന്നത്, വഇൻദറല്ലദീന ഖാലു തഖല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് യാതൊരു വിവരവും ഇല്ല അവർക്ക് ഇല്ല അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. മിൻ ഇൽം, അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. അവരുടെ കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവർ വെറുതെ കള്ളം പറയുന്നതല്ലാതെ, ആ വെറുതെ ഒരു തോന്നലിന് ആ കള്ളം പറയുന്നതല്ലാതെ അതിനെപ്പറ്റി യാതൊരു അവരുടെ വായിൽ നിന്ന് വരുന്ന അഫ്വാഹിം, അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു തെറ്റല്ലാതെ, ലൈ അല്ലാതെ, ഈ യഖൂലൂന ഇല്ലാ കദിബ, അവർ പറയുന്നത് ഇല്ലാ കദിബ, കളവല്ലാത്ത യാതൊന്നും അതിനകത്തില്ല. വ്യാജമായിട്ടുള്ള ഒരു കളവല്ലാതെ അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സന്തതി ഉണ്ടെന്ന് പറഞ്ഞ് എന്തുമാത്രം അള്ളാഹു ക്ഷമിക്കുന്നുണ്ടാവും. അതായത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള അപവാദം ഒരു കാര്യം ഒരു സെക്കൻഡ് പോലും കേട്ടിരിക്കാൻ പറ്റാത്ത നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഇത് കേട്ട് ക്ഷമിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എത്രയോ ക്ഷമിക്കുന്ന ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ, ഈ വിഷയത്തിൽ ഈ ഖുർആൻ അവർ വിശ്വസിക്കാതിരിക്കുന്ന പക്ഷം നീ അവരുടെ പിന്നാലെ ദുഃഖിച്ച് നിന്റെ ജീവൻ അപകടപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെങ്ങനെ ഫോളോ ചെയ്യാണ്, അതായത് തന്റെ ജീവിതം തേച്ച് ഇതിൽ നിന്ന് നമുക്ക് ഒരു ലെസൺ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ.
നമ്മൾ ഇത് നബിയുടെ കാര്യമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് അള്ളാഹു ആരാണ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ അത്രയും നമ്മൾ എപ്പോഴും ദഅവ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആർക്കായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, പുറത്തുള്ളവർക്കായിക്കോട്ടെ, നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ ഹാർട്ടിനെ കീഴടക്കിയ നിലക്കായിരിക്കണം നമ്മൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് ദഅവ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ആവശ്യമില്ല. അപ്പൊ അത് കൊടുക്കുമ്പോ നമ്മൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് പോകാൻ പാടുള്ളൂ. അതായത് ആ ലിമിറ്റും കടന്നിട്ട് നമുക്ക് പോകാനുള്ള അവകാശമല്ല. ബാക്കി അള്ളാഹുവിന്റെ കടമയാണ്. നമ്മൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മൾ ആ ലിമിറ്റ് വിട്ടിട്ട് പോകരുത്. നമ്മളും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സഹാബത്തും അവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ ക്വിക്കായിരിക്കണം. നമുക്ക് ഇന്ന് പറഞ്ഞ നാളത്തോടു കൂടി അത് മുസ്ലിം ആയിക്കോട്ടെ നോൺ മുസ്ലിം ആയിക്കോട്ടെ, നമ്മളെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ആള് ഫുള്ള് നിസ്കാരം തുടങ്ങണം, എല്ലാം അതാക്കണം. അങ്ങനെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോവിലേ അവരെ അടുപ്പിക്കുള്ളൂ, സ്ലോവിലേ അവർക്ക് എത്താനും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ക്ഷമ അതും വിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നിത്യേന എന്ന് പറയുന്ന പോലെ നമ്മൾ നോൺ മുസ്ലിംസ് കൺവേർട്ട് ചെയ്യുന്നു, നോൺ മുസ്ലിംസ് നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നു, നോൺ മുസ്ലിംസ് ആയിട്ട് ഇന്ററാക്ഷൻ വരുന്നു, പല നിലക്ക് നമ്മളെ ദീന് ചോദിച്ചറിയുന്നു. നമ്മ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഓവറായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻ ആ ഒരു നിലക്ക് നമ്മളുടെ കടമ എന്ന് പറയുന്നത് നല്ല നിലക്ക് നമ്മൾ ജീവിതം കാട്ടിക്കൊടുക്കുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള US ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഉള്ള കൺവേർഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദഅവ കൊടുക്കുന്നത് നമ്മളെ ജീവിതം കാട്ടിക്കൊടുക്കുന്നതിലാണ്. അല്ലാതെ നമ്മൾ വായ തുറക്കണമെന്നില്ല. നിങ്ങൾ ഈ കൺവേർട്ട് ആയിട്ടുള്ള പലവരുടെ അടുത്തും ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അവര് പറയുന്നത് അവര് ഒരിക്കലും ഒരാൾ പറഞ്ഞു കേട്ടിട്ട് വരുന്നതല്ല. കഴിയുന്നതും അവര് മറ്റുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അവര് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിൽ നോൺ മുസ്ലിംസ് ആയിട്ടായിക്കോട്ടെ, ഇതേ സമയം മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യുന്നതിൽ തെറ്റ് കാട്ടിയിട്ട് തിരിച്ചു പോയവരും ഉണ്ട് എക്സാമ്പിൾസ്. അപ്പോ എപ്പോഴും വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ദീന് കാട്ടിക്കൊടുക്കുമ്പോ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷൻ പാടില്ല. വളരെ അവരുമായിട്ട് സ്നേഹം വേണം, അടുക്കണം. എന്നിരുന്ന് നമ്മളുടെ ജീവിതം തേച്ച് നമ്മള് മെന്റലി ആകെ ടോർച്ചർ ചെയ്യുന്ന നിലക്ക് അവൻ പറയുന്നത് തീരെ കേട്ടില്ല, അതുകൊണ്ട് നാളെ മുതല് എനിക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് 10 കാഫിറുകളെക്കാളും ഏറ്റവും കൂടുതൽ ഒരൊറ്റ മുഅ്മിനായിട്ടുള്ള നല്ല ആളെയാണ്. അതായത് നമ്മളെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വേണം. നേരെ മറിച്ച് മറ്റുള്ളവർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല നിലക്കായിട്ട് അള്ളാഹുവിന് വേണം. അതേസമയം നമ്മളുടെ ജീവിതം അപകടപ്പെടുന്നതോ അല്ലെങ്കിൽ അപായപ്പെടുന്നതോ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. ഈ സമയത്ത് ഒരു ചെറിയൊരു കാര്യം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം, പക്ഷെ ഓർമ്മ വന്നുകൊണ്ട് പറയാണ്. അടുത്തിടെ ഒരു റിസർച്ച് പുറത്തു വന്നിരുന്നു. കുറച്ച് പല രാജ്യങ്ങളിലും ഉണ്ട്, പക്ഷെ അതേസമയം നമുക്ക് നമ്മളെ കാര്യമല്ലേ ഏറ്റവും കൂടുതൽ നോക്കാൻ നല്ലത്. അടുത്ത സ്റ്റേറ്റുകളിൽ 2-3 മുസ്ലിം യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ടീനേജേഴ്സ് അവര് ആ മെച്യൂരിറ്റി എത്തിയപ്പോ 18 വയസ്സോ 20 വയസ്സോ എത്തിയപ്പോ അവര് അതുവരെ പ്രാക്ടീസ് ചെയ്തിരുന്ന, വളരെ ഖുർആനൊക്കെ തറവാക്കിയിരുന്ന, ഏത് സമയം ഹദീസ് കേട്ടിരുന്ന വളരെ ഇതായിട്ടുള്ള ആൾക്കാർ. ഇത് ഇഷ്ടംപോലെ പല രാജ്യങ്ങളിലും നടക്കുന്നതാണ്. സ്പെഷ്യലി നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ ഇഷ്ടം പോലെ നടക്കും, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കും. പക്ഷെ നമുക്ക് എന്ത് കാണുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ലെസൺ എടുക്കണം. അതാണ് ഒരു മൊമെന്റിന്റെ കാര്യം. എന്ത് കാണുമ്പോഴും അതിൽ നിന്ന് ലെസൺ എടുക്കുക. ഏത് തരം കാര്യം കേൾക്കുമ്പോഴും അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുക. ജീവിതത്തിൽ അത് എന്റെ കുടുംബത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നായിട്ട് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ എനിക്ക് എന്റെ മോനൊക്കെ നല്ല ആളാ അതുകൊണ്ട് എന്റെ മോള് നല്ല, അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് അതിൽ നിന്ന് നല്ല ലെസൺസ്. ഇപ്പൊ ഇവര് മെച്യൂരിറ്റി എത്തിയപ്പോ അവര് ഉടനെ വേറൊരു മതം സ്വീകരിച്ച് അല്ലെങ്കിൽ വേറൊരു നിലയ്ക്ക് ജീവിതം കൊണ്ടുപോയി, ഒരു നോൺ മുസ്ലിം ആയിട്ട്, അല്ലെങ്കിൽ അതോടുകൂടി ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി, അങ്ങനെ ഒരു 3-4 എക്സാമ്പിൾസ് അങ്ങനെ പോയതുണ്ട്. ഇവരുമായിട്ടൊക്കെ ഇന്റർവ്യൂ നടത്തിയപ്പോ ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയപ്പോ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർ പറഞ്ഞത് ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ ഇത് കിടന്നിരുന്നു, ഈ ഒരു ചിന്തയും ഇങ്ങനെയൊരു എപ്പോഴും സംശയം ഉണ്ടായിരുന്നു. ഈ മൈലേര് പറയുന്നത് ശരിയല്ല, വാപ്പ പറയുന്നത് ശരിയല്ല, ഉമ്മ പറയുന്നത് ശരിയല്ല. പക്ഷെ അത് ചോദിക്കാനും പറയാനുള്ള ഒരു ധൈര്യം ഇതുവരെ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയിരുന്നില്ല. അപ്പോ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് വലുതായപ്പോ
അവര് ധൈര്യം കൊടുത്തു, നീ ധൈര്യമായിട്ട് ഇതാക്കിയോ, നിനക്കിപ്പോ മെച്യൂരിറ്റി എത്തില്ലേ എന്നുള്ളത്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ രാജ്യം അല്ലെങ്കിൽ മൊത്തം രാജ്യം അല്ലെങ്കിൽ മൊത്തം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് ആണ് എല്ലാം കൊണ്ടും. അത് നമ്മൾ അങ്ങനെ ആക്കി മാറ്റി. അതായത് വാപ്പ പറയുന്നതല്ല ഉമ്മ പറയുന്നത്, ഉമ്മ പറയുന്നതല്ല വാപ്പ പറയുന്നത്, മക്കള് പറയുന്നതല്ല ഇമാമ് പറയുന്നതല്ല വീട്ടിൽ പറയുന്നത്, വീട്ടിലൊന്ന് പറയും പള്ളിയിൽ ഒന്ന് പറയും, അല്ലെങ്കിൽ മൊത്തത്തിൽ മീഡിയ വേറൊന്ന് പറയും, സ്കൂളില് ഫ്രണ്ട്സ് വേറൊന്ന് പറയും. ഇങ്ങനെ ഈ ആള് എന്നിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള് വേറൊന്ന് പറയും. മിക്കവാറും ഡിപ്പെൻഡ് ചെയ്യുക, വല്ല യൂട്യൂബ് നോക്കും, അതിൽ വേറൊന്ന് പറയും. ഇങ്ങനെ ഒരു കുട്ടിയുടെ വളർന്നു വരുന്ന ആ ഒരു തിങ്കിങ് പവർ എത്തിയിട്ടുള്ള അവർക്ക് എത്തുമ്പോഴേക്ക് ഇതൊരു 10 കാര്യം, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് 10 ആൾക്കാർ 10 ഇതുണ്ടാവും. ഇത് നമ്മൾ വിചാരിക്കുക അങ്ങനെയല്ല. ഇഷ്ടംപോലെ എക്സാമ്പിൾസ്, നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾസ് ഉണ്ട്. അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ മൊത്തത്തില് കൺഫ്യൂസ്ഡ് ആണ്. ഇത് കുടുംബം കൺഫ്യൂസ്ഡ് ആണ്, മക്കൾ കൺഫ്യൂസ്ഡ് ആണ്, സറൗണ്ടിങ് സൊസൈറ്റി കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അതായത് ഒന്ന്, നോളജ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരു കൺവേർട്ട് ആയിട്ടുള്ള ഒരു മുസ്ലിം അതിന്റെ ഭർത്താവിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ചത് മാറി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ നോളജബിൾ ആയിട്ടുള്ള ആളെ ഡയറക്റ്റ് ചെയ്യുക, നല്ല നോളജ് കൊടുക്കുക. പിന്നെ എപ്പോഴും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവുക. എക്സാമ്പിൾസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എക്സാമ്പിൾസ് എടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഡയറക്റ്റ് ചാടി ഇറങ്ങാതെ വളരെ സിൻസിയർ ആയിട്ട് നല്ല നിലക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. കൺഫ്യൂഷൻ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്, ദീന് വെറുതെ കൊടുത്താൽ പറ്റില്ല. അതിന്റെ എന്തുകൊണ്ട് നമസ്കരിക്കുന്നു എന്നതിന് പറഞ്ഞു കൊടുക്കണം, എന്തുകൊണ്ട് നമ്മൾ സദക്ക കൊടുക്കുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ഉറച്ചു നിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ നിസ്കരിക്കാൻ നിർബന്ധിച്ചിട്ടോ ജുമാക്ക് പോകാൻ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും അതുകൊണ്ട് നടക്കില്ല. അത് എന്തിനു ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ മാത്രമേ അത് നടക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോ 6th ആയ ഫലഅലക ബാഹിഉൻ നഫ്സക അലാ അസാരിഹിം ഇല്ല യുമിനു ബിഹാദിൽ ഹദീസി അസ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ വിഷയത്തിൽ അവർ വിശ്വസിക്കാതെ ഇരിക്കുന്ന പക്ഷം നീ അവരുടെ പിന്നാലെ ദുഃഖിച്ചു വെറുതെ സമയം കളയണ്ട, അല്ലെങ്കിൽ സ്വയം അപകടപ്പെടുത്തണ്ട. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷെ ഞാനൊരു ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ അത് വരെ എത്തുന്നവരെങ്കിലും നമുക്കൊന്നൊന്ന് തീർക്കാൻ നോക്കാം. നിശ്ചയമായും ഭൂമുഖത്തുള്ളതെല്ലാം അതിന്റെ അലങ്കാരമാക്കിയിരിക്കുന്നു. അവര് ആരാണ് കൂടുതൽ കർമ്മം നല്ലവരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ഈ സെന്റൻസിലുള്ള ഇമ്പോർട്ടൻസ്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ഇതിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. നിശ്ചയമായും ഇന്നാ ജഅൽന മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അപ്പോ നമുക്ക് ഓൾറെഡി അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഈ ദുനിയാവിലുള്ളതെല്ലാം ഞാൻ അലങ്കാരപ്പെടുത്തി നിനക്ക് കണ്ടാ ഇഷ്ടപ്പെടുന്ന നിലക്കാണ്. അള്ളാഹു ഇത് ക്രിയേറ്റ് ചെയ്ത് കണ്ടാ ഇഷ്ടപ്പെടാത്ത നിലക്കായിരുന്നെങ്കിൽ നമുക്ക് അതിനോട് ഇത് വരില്ല. അള്ളാഹു പറയുന്നത് ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ ഒരു അലങ്കാരമാക്കിയിട്ടാണ്. അത് നന്നായിട്ടുള്ളവർക്ക്, കൂടുതൽ സൽക്കർമ്മം ചെയ്യുന്നവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അപ്പൊ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ദുനിയാവിനെ കളർഫുൾ ആക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാം സൗന്ദര്യങ്ങളും വെച്ചിട്ടുള്ളത്, എല്ലാവരിലും സൗന്ദര്യം വെച്ചിട്ടുള്ളത് ആകർഷിപ്പിക്കുവാനും അതിന് തെറ്റിലേക്ക് പിന്നെ അള്ളാഹു സന്മാർഗം കാട്ടിക്കുന്ന നേരത്തെ പറഞ്ഞ ഈ ബുക്ക് വളഞ്ഞേറി ശരിയാക്കുവാനാണ്. ഇതുകൊണ്ട് ഈ ബുക്കിൽ ഒരു വളവുമില്ല എന്ന് പറയാൻ അള്ളാഹു പറയാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത. ഞാൻ തന്നിട്ടുള്ള ഈ ദുനിയാവെന്ന് പറയുന്നത് നിശ്ചയമായും ഈ അലങ്കാരപ്പെടുത്തിയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. അതിന്മേലുള്ള നാം തന്നെ തരിശായ വൻഭൂമിയാക്കി കളയുന്നതാണ്. അതായത് അള്ളാഹുവിന് ഇതിലെല്ലാം ഒരു നിമിഷം വേണ്ട ഉള്ളൂ. അതായത് ഈ തന്നിട്ടുള്ള ഈ അലങ്കാരമുള്ള തട്ടി തരിപ്പണമാക്കാനും അത് തരിപ്പണമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. ഇനിയുള്ള ആയത്താണ് നമ്മളെ ഗുഹാവാസികളെ കുറിച്ച് തുടങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗുഹാവാസികളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ 9 ലൈന് 8 ആയത്ത് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത്? അതായത് ഈ ഗുഹാവാസികൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. അവർക്ക് ഈ ദുനിയാവിലെ എല്ലാതും അനുഭവിക്കാവുന്ന ചെറുപ്പക്കാരാണ്. അപ്പോ സാധാരണ കുറച്ച് പ്രായമായവർക്കാണ് അള്ളാഹു നമ്മൾ വിചാരിക്കുക ഹിദായത്ത് എത്തുക, അല്ലെങ്കിൽ അവർക്കാണ് ഇങ്ങനെ ഉള്ള ഒരു ഇത് ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം അനുസരിച്ച് പോകുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്.
കാരണം ഈ ദുനിയാവിൽ എല്ലാം അനുഭവിക്കാവുന്ന, അന്നത്തെ കാലത്ത് എല്ലാ നിലക്കുള്ള ക്ലബും ആ നിലക്കുള്ള ക്ലബും എൻജോയ്മെന്റും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഈ ചെറുപ്പക്കാര് അള്ളാഹുവിന് വേണ്ടി മാത്രം തേച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് മാത്രം വന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ അതിന്റെ മുന്നേ വന്നിട്ടുള്ള ആയത്തുകളെല്ലാം ഇതിന്റെ ഒരു ഹെഡിങ് ആണ്. അതായത് ദുനിയാവ് എന്ന് പറയുന്നത് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അലങ്കാരം കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എത്താൻ പോകുന്നത് അല്ല, ഈ ഗുഹയുടെയും റക്കീമിന്റെയും ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ആശ്ചര്യമായിരുന്നു എന്ന് നീ വിചാരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നബിയുടെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ എക്സ്പെക്ട് ചെയ്തിട്ട് ആൻസർ കിട്ടാം. പക്ഷേ അള്ളാഹുവിന്റെ കഴിവെന്ന് പറയുന്ന, ആശ്ചര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗുഹാവാസികളിലെ 309 കൊല്ലം ഉറക്കിയതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ അത്ഭുതമല്ലേ. പക്ഷെ അവർക്ക് ഇതിന്റെയാണ് കിട്ടേണ്ടത്. അപ്പൊ നബിയുടെ അടുത്ത് പറയാണ്, നബിയെ, അല്ല, ഈ ഗുഹയുടെ റക്കീമിന്റെയും ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ആശ്ചര്യമായിരുന്നു എന്ന് നീ വിചാരിക്കുന്നു. അതിനേക്കാളും വലിയ ആശ്ചര്യങ്ങൾ കിടക്കുകയാണ്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഹസിബിത്ത, അത് നീ വിചാരിച്ചുവോ? ഈ പറയുന്ന കാര്യങ്ങൾ അന്ന അസ്ഹാബൽ കഫ്, നിശ്ചയായും ഗുഹക്കാരുടെ, ആ ഗുഹാവാസികളുടെ കാര്യങ്ങൾ ആണ് അത്രയും നമ്മളുടെ സൃഷ്ടിയിൽ വെച്ച്, ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് അത്രയും മെൻ ആയാത്തിന അജബ, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് അത്രയും വലുതാണോ? അജബ, അത്രയും ഒരു ആശ്ചര്യമുള്ളതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫ് ഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മത വഹയ്യി ലനാ മിൻ അംരിനാ റശദ. ആ യുവാക്കൾ ഗുഹയിലേക്ക് ചെന്ന ആ അഭയം പ്രാപിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, അല്ലാഹുമ്മ റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. റബ്ബേ, ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്ന് കാരുണ്യം നൽകണമേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് നേർമാർഗം സജ്ജമാക്കി തന്നെ. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ദുആണ്. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. നമ്മളിത് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് അതിന്റെ ആ സന്ദർഭം മനസ്സിലാക്കി, എപ്പോഴാണ് ഇത് അവർ ചെയ്തത്, ആ സന്ദർഭം നമ്മളെ പിക്ചറിൽ ഉണ്ടായിരിക്കുക. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, നമ്മൾ ഇതേപോലെയുള്ള ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമുക്കൊരു മാർഗം കിട്ടാതെ വരുമ്പോ നമുക്ക് ദുആ ചെയ്യാം, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. നമ്മൾ ഏകദേശം കുറെ സമയമായി പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 10th ആയത് വെക്കാം. ഞാൻ ഉറപ്പ് പറയുന്നു, അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചും കൂടെ ഇതിൽ പോകും. ഞാൻ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒഴിവായി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, പക്ഷെ എന്നിരുന്നാലും ഒരു 10 ആയത്തെ നമുക്ക് കവർ ചെയ്യേണ്ടുള്ളൂ. ആ 10 ആയത്തിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അത് നമുക്ക് പഠിക്കും വേണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, നമ്മൾ ചോദ്യം ചോദിക്കാനോ ഇതിനൊന്നും നിൽക്കുന്നില്ല, വളരെ സിൻസിയർ ആയിട്ട്, ആത്മാർത്ഥമായിട്ട് ഈ 10 ആയത്ത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അത് കഴിയുന്നതും അത്ര ഇതിപ്പോ നമ്മൾ തജ്വീദ് ക്ലാസ് അല്ല, പക്ഷെ എന്നിരുന്നാലും വളരെ മിസ്റ്റേക്ക് ഇല്ലാത്ത നിലക്ക് കഴിയുന്നതും ഉച്ചരിച്ച് അല്ലെങ്കിൽ ടേബിള് ഇതിലും കേട്ടിട്ട് അത് നല്ല നിലക്ക് പഠിക്കാം. നമുക്ക് ആ 10 ആയത്തൊന്നും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا
إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا صدق الله العظيم. സർവശക്തനായ റബ്ബ് നമ്മളുടെ ഈ ക്ലാസ് വളരെ സക്സസ്ഫുൾ ആയ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ